പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ്യത്തെ സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവര്. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ച് അത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവരും യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും
മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്പടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന നല്ല കർത്താവേ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റോമിക എന്ന് പറയുന്ന ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ 10th ട്രൂമ പിന്നീട് അവർക്ക് പിന്നെ ഒരു ദിവസം വരണത് അവരുടെ ഡിഗ്രി പരീക്ഷയ്ക്ക്, അത് 4 സെം. അപ്പം 4 സെം, 4ാമത്തെ സെമ്മിന് അവൾ ഇതുപോലെ ബ്ലാങ്കായി പോകും. ബ്ലാങ്കായി പോകുമ്പോൾ ഈ ഉടമ്പടിയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും എല്ലാം ഉടമ്പടി തന്നെ ആയിരിക്കും. അവൾ നേരിട്ടൊന്ന് ഉടമ്പടി അറിയാമോ, അവൾ പരീക്ഷയ്ക്ക് പോകണ മുമ്പ് തന്നെ ഉടമ്പടിത്തലൊക്കെ തേച്ച് അവിടെ ആ ഈശോയിലുള്ള പൂർണ്ണമായ വിശ്വാസം കൊണ്ടാണ് അത് ഉടമ്പെടുത്തപ്പോൾ തന്നെ അവൾ ഓക്കെ ആയി. പിന്നെ എന്താ, പിന്നെ വേറെ ഒരു എക്സ്ട്രാ എനർജി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഗവൺമെൻറ് ലോ ചേഞ്ച് ആകും. എന്നിട്ട് 4th സെമ്മും 5th സെമ്മും ഒരുമിച്ച് എഴുതാൻ പറഞ്ഞു, എഴുതാൻ നിയമം വരും. അപ്പോൾ നഷ്ടപ്പെട്ട സമയം കൂടി അവർക്ക് കിട്ടും, തിരിച്ച് കിട്ടും. അപ്പോൾ അത് എഴുതാൻ പോകുമ്പോഴാണ് പറയണത്, ഞാൻ യുദ്ധം ചെയ്യാൻ പോണ പോലെയാണ് പോയെന്ന്. എന്താ കാര്യം, ഉടമ്പടി തൈലം എടുത്ത് നെറ്റിക്ക് കുരിശിട്ട് മാതാവിൻ്റെ മെഡലെടുത്ത് പോക്കറ്റിൽ കുത്തി ആൾക്കാർ ഇപ്പോൾ ഇതെല്ലാം ഫൈറ്റിങ്ങിന് വേണ്ടിയാണ്, സാത്താൻ്റെ തിന്മകളുടെ ശക്തികളോടും ലോകശക്തികളോടുമുള്ള ഫൈറ്റിങ്ങിൻ്റെ ഉപകരണമായിട്ടാണ് വിശ്വാസ പ്രയോഗം. അത് നമുക്കറിയാമല്ലോ, വിശ്വാസ പ്രയോഗമാണിതെല്ലാം. നമുക്ക് വിശ്വാസത്തിന് പാരമ്പര്യമായിട്ടുള്ള ഫെയ്ത്ത് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിശ്വാസ പ്രഖ്യാപനം അല്ലേ. പിന്നെ എന്താണ്, വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷനാണ്, പ്രൈമറി എക്സ്പ്രഷനാണ് പ്രെയർ, പ്രാർത്ഥന. വിശ്വാസത്തിൻ്റെ പ്രൈമറി എക്സ്പ്രഷനാണ്. പിന്നെ വിശ്വാസം, പിന്നെ അതിൻ്റെ സെക്കൻഡറി എക്സ്പ്രഷനെ കുറച്ചുകൂടി മച്ചുവർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വിശ്വാസ പ്രഖ്യാപനമാണ്. വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പ്രശ്നത്തിന് വിശ്വാസം ഇങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല, ഒറ്റയ്ക്കിരുന്ന് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. വിശ്വാസം പ്രഖ്യാപിക്കാൻ എന്ത് ചെയ്യണം, മറ്റു മനുഷ്യർ വേണം. നമ്മളിപ്പോൾ പരീക്ഷ പ്രവർത്തനം കൊണ്ടുള്ള വിജയം അതാണ്. മറ്റു മനുഷ്യരുടെ മുമ്പിലാണ് നമ്മൾ കർത്താവിനെ ഏറ്റു പറയണത്. അപ്പോൾ എന്ത് പറയും, ഞാനും ഏറ്റു പറയുമെന്നാണ് എൻ്റെ അർത്ഥം. വായിച്ചത് മത്തായി 10:32. മത്തായി 10 ഉടമ്പടിയിൽ ഏറ്റവും വലിയ വാക്കുകൾ ഒന്നാണ് മത്തായി 32. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. ഇതിന് പ്രഖ്യാപനം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രൈമറി എക്സ്പ്രഷൻ പ്രെയറാണ്. സെക്കൻഡറി എക്സ്പ്രഷൻ കുറച്ചുകൂടി മറ്റു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്താ, അത് പ്രഖ്യാപനമാണ്. ഈ പ്രെയറിൻ്റെയും പ്രഖ്യാപനത്തിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടി മാർക്ക് വരണത് പ്രഖ്യാപനത്തിലാണ്. കാര്യം അത് മനുഷ്യൻ സമൂഹത്തിലുള്ള ഏറ്റുപറച്ചിലാണ്. വിശ്വാസം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റുപറയാനാണ്. എവിടെയാണ്, മനുഷ്യരുടെ മുമ്പിലായിരിക്കണം. ഇതിന് ഇടയ്ക്ക് ഒരു വിഷയമുണ്ട്, വിശ്വാസ പ്രയോഗം, പ്രാർത്ഥന, പ്രയോഗം, പ്രഖ്യാപനം. വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താ, വിശ്വപ്രയോഗം എന്ന് പറഞ്ഞാൽ യേശു കർത്താവാണെന്ന് അതിലും കൊണ്ട് ഏറ്റുപറയണത്, ദൈവന് മരിച്ചു ഉയർപ്പിക്കുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ രക്ഷ പ്രാപിക്കുക. ഈ ക്രിസ്തുവിനെ നമ്മൾ എംപവർ ചെയ്യുന്ന പ്രോസസ്സിലാണ് വിശ്വാസ പ്രയോഗം വരണത്. എന്താണ്, റോമ 10:9 പറയത്തില്ലേ, യേശു കർത്താവാണെന്ന് അതിലും കൊണ്ട് ഏറ്റുപറയുകയും ദൈവം മരിച്ചത് ഉയർപ്പിച്ചത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കും. രക്ഷ എന്ന് പറഞ്ഞാണ് ക്രിസ്തു. അപ്പം രക്ഷ ഏറ്റു പറയുമ്പോൾ ഈ ഏറ്റുപറച്ചിൽ തന്നെ പ്രഖ്യാപനം എന്ന് പറയുന്നത് വളരെ ഓപ്പണായിട്ടുള്ള ഏറ്റുപറച്ചിലും പ്രയോഗത്തിൽ അത് സ്വകാര്യമായിട്ടുള്ള ഏറ്റുപറച്ചിലാണ്. നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുകയാണ് അവിടെ ചെയ്യണത്. വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് പകരം നമ്മൾ വിശ്വാസപ്രമാണം ചെല്ലും, സ്വകാര്യമായ ഏറ്റുപറച്ചിലാണ്. വിശ്വാസപ്രമാണം ചെല്ലിയിട്ടാണ് നമ്മൾ
ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ പറയും കുഴിച്ചിട്ടെന്ന് പറയും. ഞാൻ അച്ഛൻ്റെ അങ്ങനെ ചില ഇതിലേക്ക് വായിക്കണില്ലേ അച്ഛൻ്റെ അങ്ങനെ നിങ്ങളങ്ങനെ ചെയ്യരുത്. അത് എന്താ സംഭവിച്ചത്, കൃപാസനത്തിന് വേറെ കുറേ ഉപദ്രവങ്ങൾ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയണത് ഈ AI ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് AI എൻ്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് അവരുടെ വായി തോന്നുന്നത് ഞാൻ പറഞ്ഞ പോലെ ആക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ആൾക്കാർ ജോസഫ് ഇത്രയും ചീപ്പാണ്. ഞാൻ ചീപ്പായിട്ടല്ല, ഈ വയ്യാവലിയും കൊണ്ടിരിക്കുന്ന ആൾക്കാർ ചീപ്പാണ്. അങ്ങനെ ചെയ്യരുത് നിങ്ങളൊരിക്കലും. കാര്യം അച്ഛനിൽ നിന്ന് ദൈവവചനമാണ് ആൾക്കാർ കേൾക്കണത്, അല്ലാതെ ഇങ്ങനെ ആൾക്കാരെ സൂചിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ആശംസകളല്ല ഞാൻ പറയണത്. ഞാൻ പറയണത് അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഹൗ ടു ലീവ് ദ വേർഡ് ഓഫ് ഗോഡ് അതാണ് പറയണത്. അതാണ് ഇതിൻ്റെ പിന്നിൽ വരണത്. അല്ല ഓരോരുത്തന്മാർ അവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി ഓരോരോ ഉടായ്പകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങളത് ചെയ്യരുത്, ഡിസ്കസ് ചെയ്യരുത്. പിന്നെ നിങ്ങളത് മനസ്സിലാക്കണം, കാണുന്നവർ മനസ്സിലാക്കണം. അതൊന്നും നെക്കി നോക്കരുത്. ജോസഫ് അങ്ങനെ പറയത്തില്ല, നിങ്ങൾക്കറിയാം. വൃത്തിപരമായിട്ട് എന്നെ അറിയാവുന്ന ആൾക്കാരാണ് ഇന്ന് ലോകത്തിലുള്ള ഈ നമ്മുടെ കൃപാസനത്തിൻ്റെ റീഡേഴ്സിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവർക്കറിയാം അച്ഛൻ എന്ത് പറയും എന്ത് പറയത്തില്ല നിങ്ങൾക്കറിയാം. ഇപ്പം ഞാനിങ്ങനെ വായി തോന്നുന്ന ആശംസ ഒന്നും പറഞ്ഞ ആളല്ല. എനിക്കെൻ്റെ ജോലിയല്ല അത്. എൻ്റെ ജോലി എന്ന് പറയണത് ദൈവമായിട്ട് ജനങ്ങളെ അവിടെ ആപത്ത് കാലമായാലും അനുഗ്രഹകാലമായാലും അവരെ കർത്താവുമായിട്ട് ഐക്യപ്പെടുത്തുക, എന്നിട്ട് കർത്താവുമായിട്ട് അവർ ജീവിക്കുക. അതിന് വേണ്ടി ഞാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, അതിന് പറ്റുന്ന ഉപദേശങ്ങൾ നൽകുക. അതാണ് ഞാൻ ചെയ്യണ ജോലി. എൻ്റെ ജോലി അതാണ്. അപ്പോൾ പിശാച് വേണമെങ്കിൽ എൻ്റെ ജോലി ഇങ്ങനെ ഈ രീതിയിൽ ചീപ്പാക്കി കളയേ. ആ പിശാചി പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളത് എൻകറേജ് ചെയ്യരുത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ എന്താ വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ വിശ്വാസം സ്വകാര്യമായിട്ടൊക്കെ പ്രഖ്യാപിക്കാം, വിശ്വാസപ്രമാണം. പക്ഷെ തെറ്റായ ചെല്ലണം. സ്വകാര്യമായിട്ട് പ്രഖ്യാപിക്കാൻ എന്ത് പറ്റും, ഞങ്ങളെ ഡെലിവറൻസ് ബ്ലെസ്സിങ് നടത്തി തന്നിരിക്കുന്ന നേർച്ച വസ്തുക്കളിൽ ഇൻകൾക്കേറ്റ് ആയിട്ടുള്ള കർത്താവിൻ്റെ ശക്തി ആ ഒരു മേഖലകളിലേക്ക് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. രക്ഷ പ്രാപിക്കുമെന്നല്ല ഈശോ പറഞ്ഞത്. കർത്താവ് 10:9 റോമ എന്ന് പറഞ്ഞത് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ദൈവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കും, ക്രിസ്തുവിനെ പ്രാപിക്കും. അപ്പം ക്രിസ്തുവിനെ പ്രാപിക്കണം, അതിൽ ഉള്ള ദൈവശക്തി നമ്മൾ തിരിച്ച് പ്രാപിക്കണത് വിശ്വപ്രമാണം ചൊല്ലിയിട്ടതാണ്. അതാണ് വിശ്വാസ പ്രയോഗം എന്ന് പറയണത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ റോമികയെ പോലുള്ളവർ എന്താ ചെയ്യണത്, അവർ വിശ്വാസ പ്രയോഗമാണ്. അവർ ഉടമ്പടിക്ക് ആശ്രയം എടുത്ത് നെഞ്ചത്ത് കുത്തി, ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിക്ക് ചാർത്തി അവർ മാതാവിൻ്റെ കൂടെയാണ് പോണത് പരീക്ഷ എഴുതാൻ. ട്രൂമായൊക്കെ പോയ സ്ഥലം അറിയത്തില്ല. അപ്പം അങ്ങനെ ലോകത്തെ ജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിശ്വാസ പ്രയോഗം നടത്തണത്. അതിൻ്റെ ഒരു മാർഗം ലോകത്തെ ജയിച്ചവരായി കാണപ്പെടാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഈശോയോടും അമ്മ മാതാവിനോടും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബിന്ദു. ഇതെൻ്റെ ഹസ്ബൻഡ് സേതുകുമാർ, മകൻ അരവിന്ദ്. ഞങ്ങൾ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് നിന്നും വരുന്നു. 2022 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മകൻ അരവിന്ദിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. മകന് 1.5 വയസ്സ് മുതൽ സ്ഥിരമായിട്ട് പനി വരുമായിരുന്നു. 2022 മെയ് മാസത്തിൽ മോന് വിട്ടുമാറാതെ ടെമ്പറേച്ചർ വരികയും ഹോസ്പിറ്റലിൽ കാണിച്ചു ഫുൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. മോൻ്റെ കൗണ്ടുകളെല്ലാം വളരെ താഴ്ന്ന അവസ്ഥയിലായിരുന്നു. ഡോക്ടർ മോനെ തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് റെഫർ ചെയ്തു. അവിടെ വിശദമായ പരിശോധനകൾക്ക് ശേഷം മോന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് കണ്ടെത്തുകയും RCCയിൽ അഡ്മിറ്റാക്കുകയും ചെയ്തു. 1 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം കീമോ ചെയ്തതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് മോന് പാൻക്രിയാസിൽ ഇൻഫെക്ഷൻ ആവുകയും ഫുഡൊന്നും കൊടുക്കാൻ പറ്റാതെ ബോഡി ഫുള്ള് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്തിരുന്നു. മോനിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയപ്പോൾ ഞാൻ പിന്നെ ഒരു ദൈവങ്ങളെയും വിളിക്കാതെയായി. അതിനിടയിൽ എൻ്റെ ഒരു ചേച്ചി കൊല്ലം കാവനാട് ബ്യൂട്ടി പാർലർ നടത്തുകയാണ്. ചേച്ചി എനിക്ക് വാട്സപ്പ് വഴി കൃപാസനം സാക്ഷ്യങ്ങൾ സെൻഡ് ചെയ്തിരുന്നു.
ഞാൻ പക്ഷേ ഒരു തവണ പോലും ആ സാക്ഷ്യങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. മോൻ ഈ ഒരവസ്ഥയിലായ സമയത്ത് എൻ്റെ കൈ തട്ടിയിട്ട് ലിങ്ക് എങ്ങനെയോ ഓപ്പൺ ആവുകയും ഞാൻ ആദ്യം കേട്ടത് ക്യാൻസർ സുഖപ്പെട്ട സാക്ഷ്യങ്ങളായിരുന്നു. ഞാൻ പിന്നീട് സ്ഥിരമായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. 2-3 ദിവസം കേട്ടപ്പോൾ തന്നെ മോന് പതിയെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പതിയെ മോൻ എഴുന്നേറ്റ് തനിയെ ഇരിക്കാനും പതിയെ എൻ്റെ കൈ പിടിച്ച് നടക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഡിസ്ചാർജായി. ഞങ്ങൾ ഹോസ്പിറ്റലിനടുത്ത് തന്നെ വീടെടുത്തിട്ട് അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് മോന് ഇവിടുത്തെ നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും സ്ഥിരമായി കൊടുക്കുകയും 2 നേരവും ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. മോന് ബ്ലഡ് ക്യാൻസർ ആണെങ്കിലും അവൻ്റെ ശരീരത്തിൽ ഫുള്ള് നല്ല പെയിനായിരുന്നു, മജ്ജയ്ക്കകത്തേക്കും വ്യാപിച്ചിരുന്നു. അപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം വേദനയുള്ള ഭാഗങ്ങളിലെല്ലാം പുരട്ടി കൊടുക്കുമായിരുന്നു. അപ്പോൾ മോൻ്റെ അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ തൈലം തീർന്നു. കുപ്പിയിൽ അടിയിൽ മാത്രമേ ഒരു ശകലം തൈലം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. 3 മാസമായിട്ടും എനിക്ക് തിരിച്ചു വന്ന് സാക്ഷ്യം പുതുക്കുവാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. അപ്പോൾ ഞാൻ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ, കുരിശ് വരച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പെട്ടെന്ന് ഇവിടെ വന്ന് പുതുക്കിയാലെങ്കിലേ നമുക്ക് വീണ്ടും തൈലം കിട്ടുമായിരുന്നുള്ളൂ. അങ്ങനെ 2022 ഡിസംബർ 7-ാം തീയതി മോന് രാവിലെ കീമോ ഉണ്ടായിരുന്നു. തൈലം തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോയി. വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തൈലക്കുപ്പി എടുത്തപ്പോൾ കുപ്പി നിറയെ തൈലം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നീട് മോൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് മോൻ്റെ വിരൽ കൊണ്ടിട്ട് ചെവിയിലെ മടക്കുകൾക്കിടയിൽ ഒരു മുറിവുണ്ടായി. ഡോക്ടർ മരുന്നുകൾ തന്ന് പുരട്ടിയിട്ടൊന്നും അത് കരിയുന്നുണ്ടായിരുന്നില്ല. ഒരു 2 മാസത്തോളം ഡോക്ടർ തന്ന ഓയിൽമെൻ്റൊക്കെ ഇട്ടു. പക്ഷേ മുറിവ് പഴുക്കുവാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തലയിലേക്ക് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഉടമ്പടി തൈലത്തിൻ്റെ കാര്യം ഓർത്തത്. ഞങ്ങൾ മോൻ കിടന്നുറങ്ങിയപ്പോൾ ഉടമ്പടി തൈലം തൊട്ട് മുറിവുള്ള ഭാഗത്ത് പുരട്ടി 3 ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം എല്ലാം ചൊല്ലിയാണ് പ്രാർത്ഥിച്ചത്. 4-ാമത്തെ ദിവസം നോക്കിയപ്പോഴേക്കും ആ മുറിവ് പൂർണ്ണമായിട്ടും കരിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ മോനെ കൊണ്ടുവന്നിരുന്നു. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം മോന് കീമോ ചെയ്യുമ്പോഴുള്ള ഛർദിലോ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ മോന് പെട്ടെന്ന് എല്ലാം റിക്കവർ ആവാൻ തുടങ്ങി. ഞങ്ങൾ 9 മാസത്തിന് ശേഷം പത്തനാപുരത്തുള്ള വീട്ടിലേക്ക് വരികയും മാസത്തിലുള്ള ചെക്കപ്പിന് പോകുമായിരുന്നു. അപ്പോൾ കീമോയും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് 2024 നവംബർ മാസം 2024 നവംബർ മാസം മോന് വീണ്ടും പനിയായിട്ട് അഡ്മിറ്റാക്കി RCCയിൽ. അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ നേരം ഡോക്ടർ പറഞ്ഞു, 2-3 ഡോക്ടേഴ്സ് പറഞ്ഞു മോന് ഇനി 2 കീമോ കൂടിയുണ്ട്. അതായത് ഡിസംബറിൽ 1 പിന്നെ ജനുവരിയിൽ 1, അങ്ങനെ 2 കീമോ കൂടി ഉണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ഡിസംബർ 15-ാം തീയതി ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു. ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ ചെന്നു. മോന് ഡിസംബർ 13-ാം തീയതി മോന് ഉച്ച സമയത്താണ് TV കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്നു ഹാളിൽ. എപ്പോഴും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്തോന്ന് തോന്നിയിട്ട് പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഇവിടെ ഇരിക്കുന്ന അതേ മാതാവ് തന്നെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുന്നതായിട്ട് കണ്ടു. ശരിക്കും 1 സെക്കൻഡ് നേരം കണ്ടു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു മാതാവ് കുഞ്ഞിനെ സുഖപ്പെടുത്താൻ വന്നതാണെന്ന് പറഞ്ഞു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി മോന് മരുന്നുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞു 2 കീമോ കൂടി ഇല്ലേ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 കീമോ ചെയ്യണ്ട, ഇനി മരുന്നുകളും കൊടുക്കണ്ടെന്ന് പറഞ്ഞു.
അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവിൻ്റെ ഈശോയുടെയും കൃപയാലാണ് കുഞ്ഞിന് സുഖപ്പെട്ടതെന്ന് ഒരു അടയാളം കാണിക്കണമെന്ന്. അങ്ങനെ മാതാവ് വന്ന് സുഖപ്പെടുത്തിയതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. 2024 മെയ് മാസം 5-ാം തീയതി ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈശോയുടെ ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പച്ചത്തിരി ഒരു ശകലം ഉണ്ടായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി നേരം കൂടി അത് ഇരിക്കട്ടെ എന്ന് കരുതി. അതിൽ ഈശോയുടെ സാന്നിധ്യം ശരിക്കും കണ്ടു. അതും ഞാനിവിടെ വന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞായിരുന്നു ഈശോ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ വന്നതാണെന്ന്. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും ഉറപ്പായി ഈശോയുടെയും മാതാവിൻ്റെയും അനുഗ്രഹത്താലാണ് കുഞ്ഞിന് സൗഖ്യപ്പെട്ടതാണെന്ന്. പിന്നെ ഇന്നേവരെ മോന് മെഡിസിൻ ഒന്നുമില്ല. ബ്ലഡ് റിസൾട്ടുകളെല്ലാം നോർമലാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്നും പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളെക്കൊണ്ടാകുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. പത്രം ഞാൻ ഇടയ്ക്ക് തെങ്കാശിയിൽ പോയിട്ട് തമിഴ് പത്രം വാങ്ങി തെങ്കാശിയിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട്. പിന്നെ ഒരു ദിവസം അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനം 147 3-ാം വചനമാണ്. ഉടമ്പടിയിലൂടെ നാം നമ്മുടെ ദുഃഖങ്ങളും തകർച്ചകളും ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവാനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവം നമ്മുടെ വേദന അറിയുന്നവനും നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നവനുമാണ്. മുറിവുകൾ വെച്ച് കെട്ടുന്ന ആ ദൈവം, നമ്മുടെ വേദനകൾ കാണുന്ന ആ ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ ഒരു ബന്ധമാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വാസ യാത്ര ചെയ്യുന്നത്. ഒരു ആത്മീയ യാത്രയാണ്. ഈ സഹോദരി ബിന്ദു നമ്മളോട് ഷെയർ ചെയ്തതും മകന് ബ്ലഡ് ക്യാൻസറാണെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. എല്ലാ ദേവന്മാരെയും വിളിച്ചു. പിന്നീട് ഒന്നും വേണ്ട എന്നൊരു കാര്യത്തിലായി. പ്രാർത്ഥനയും ഒന്നുമില്ലാതെ ഇനി ആരെയും ഞാൻ വിളിക്കില്ല എന്നൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് കൂട്ടുകാരി കൃപാസനം യൂട്യൂബ് അയച്ചു കൊടുക്കുന്നത്. അവിടെയും താല്പര്യമില്ലായിരുന്നു, ഒരിക്കലും തുറന്നിട്ടില്ല. പക്ഷെങ്കിൽ ഏതോ ഒരു ദിവസം അറിയാതെ കൈ തട്ടി ആ യൂട്യൂബ് തുറന്നു. കൃപാസനം യൂട്യൂബ്, നമുക്കറിയാം നമ്മുടെ ഒഫീഷ്യൽ യൂട്യൂബ് ഫാദർ VP ജോസഫ് കൃപാസനമാണ്. ആ യൂട്യൂബ് തുറന്നപ്പോൾ തന്നെ കിട്ടിയത് ക്യാൻസർ സൗഖ്യപ്പെട്ട ഒരു സാക്ഷ്യമാണ്. അങ്ങനെ ആ മകൾ കേൾക്കുകയും അത് ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലാണെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതൊരിക്കലും കാണുവാൻ ആഗ്രഹിക്കാത്ത ഒരു യൂട്യൂബ് അറിയാതെ തന്നെ കൈ തട്ടുമെങ്കിൽ അത് അമ്മയുടെ ഒരു ഇടപെടലാണ്. അമ്മയെ അറിയാതെ ഒന്നും ഇവിടെ സംഭവിക്കാറില്ല. കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ മാത്രം അമ്മ തിരഞ്ഞെടുത്ത ജനങ്ങളെ അമ്മ ഇവിടെ വിളിക്കും.
അത് ഓരോ വഴികളിലൂടെയാണ്, നാം അറിയാത്ത വഴികളിലൂടെയാണ് നമ്മെ നയിക്കുന്നത്. അങ്ങനെ ഈ മകൾ ആ യൂട്യൂബ് കേട്ട് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ട് മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ ഈ ബ്ലഡ് ക്യാൻസർ ബാധിച്ച ഈ മകന് രോഗം സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോട്ട് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഈ മകൾ കണ്ടത്. ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ സത്യസന്ധതയോടെ ഉടമ്പടി നിബന്ധനകളനുസരിച്ച് പാലിച്ച് നയിക്കുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ ഈശോയുടെ അമ്മയുടെ അനുഗ്രഹങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കും അനുഭവിക്കാൻ സാധിക്കും. ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ മനസ്സിന് സമാധാനവും ആത്മാവിൻ്റെ ശക്തിയും ജീവിതത്തിൽ പുതിയ പ്രത്യാശയുമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ വൈദ്യനാണ്. നമ്മുടെ രോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ കൃപാസന അമ്മ നമ്മുടെ ആശ്വാസ മാതാവാണെന്നും കൃപാസന ഉടമ്പടി ദൈവസൗഖ്യം ഉടമ്പടി വഴി ആ സൗഖ്യം അനുഭവിക്കാൻ സഹായിക്കുന്ന മാർഗമാണെന്നും നമുക്ക് വിശ്വസിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന്, പ്രത്യേകിച്ചും ഈ വലിയ രോഗസൗഖ്യത്തിന് ഈ അമ്മയുടെ ദർശനം മാത്രമല്ല, അമ്മയുടെ സാന്നിധ്യം മാത്രമല്ല, മെഴുകുതിരിയിൽ പോലും അമ്മ ഇവർക്ക് മക്കളെ ഞാൻ കൂടിയുണ്ടെന്നുള്ള സാന്നിധ്യമാണ് ഇവർക്ക് പച്ചത്തിരിയിൽ കാണിച്ചു കൊടുത്തത്. അമ്മ തന്നെ വരികയും പച്ചത്തിരിയിൽ സാന്നിധ്യം കൊടുക്കുകയും അമ്മയുടെ ഈ തൈലത്തിൻ്റെ തൈലം നിറയ്ക്കുകയും ഡിസംബർ 7-ാം തീയതി നമുക്കറിയാം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണ്. ഡിസംബർ 7-ാം തീയതി അത് ഉച്ചകഴിഞ്ഞ് 2:30 2004 അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ മക്കളുടെ ജീവിതത്തിലും ഡിസംബർ 7-ാം തീയതിയാണ് ഈ മകൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അമ്മ കേട്ട് തൈലത്തിൻ്റെ കുപ്പി നിറച്ചു കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും എല്ലാം നിറയ്ക്കുന്ന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ വേദനകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം ആ അമ്മയുടെ കരങ്ങളിലേക്ക്, കൃപാസനം അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. സങ്കീർത്തനം 32 പറയുന്നത് പോലെ, എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങേ നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഈ മക്കളുടെ നിലവിളി കേട്ട് സുഖപ്പെടുത്തിയ ആ ദൈവത്തിന് നമ്മൾക്ക് നന്ദി പറയാം. ബിന്ദുവിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന്, ഈ വലിയ രോഗസൗഖ്യത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. തന്നെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജിൻസി. ഞാൻ പുനലൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു മർത്തോമായ വിശ്വാസിയാണ്. ഞാനിവിടെ സാക്ഷ്യം പറയാനുണ്ടായ കാരണങ്ങളാണ് ഞാൻ ആദ്യമേ തന്നെ പറയുന്നത്. ഞാൻ ആദ്യമേ ഒരു ഓൺലൈൻ ഉടമ്പടിയായിരുന്നു എടുത്തത്. അത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി പറഞ്ഞിട്ടാണ് ഞാനത് എടുത്തത്. എനിക്ക് ആദ്യമേ ഈ ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്ന് ഉടമ്പടി എടുക്കാനായിട്ടല്ല, ഞങ്ങളുടെ ഒരു ബന്ധു പറഞ്ഞതനുസരിച്ചാണ് ഞാനിവിടെ ആദ്യമായി എത്തിയത്. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്ന സമയത്ത് മാതാവിനെ അവിടെ കയറി ഒന്ന് കാണുവാനോ അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുവാനോ ഉള്ളൊരു അവസരം ലഭിച്ചിരുന്നില്ല. കാരണം ഓൺലൈൻ ഉടമ്പടിയോ അല്ല, തീർത്ഥാടന ഉടമ്പടി എടുത്തവർക്ക് മാത്രമേ അവിടെ കയറി കാണുവാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ പറയുമായിരുന്നു, മാതാവിനെ കാണുന്നതിന് എന്താ ഇത്രമാത്രം പ്രത്യേകത, അവിടെ ഒന്ന് കയറി നമുക്കൊന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം ഇല്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ അതിനുശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ സൗദി അറേബ്യയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലിക്കായി പോയി. അതൊരു ഗവൺമെൻറ്റിലായിരുന്നു. അങ്ങനെ അവിടേക്ക് ഇരുന്ന് ഒരു 2.5 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് താമസിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി OET ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. കാരണം എന്നിലായിരുന്നു എനിക്ക് വിശ്വാസം. ഞാൻ ഏതൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ അന്നെല്ലാം, ഞാൻ ഏതൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അന്നെല്ലാം എനിക്ക് പാസ്സാകുവാനും നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എല്ലാവരും OET പാസ്സാവുന്നു, എനിക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുവാനും പാസ്സാകുവാനും സാധിക്കുമെന്ന്. എന്നാൽ അതിൽ നിന്നെല്ലാം വിരുദ്ധമായി ഞാൻ സൗദിയിൽ ആദ്യമായിട്ട് OET എക്സാം എഴുതി ഒരു B ഗ്രേഡ് പോലും നേടാൻ എനിക്ക് സാധിച്ചില്ല. പിന്നെ അന്നേരം ഞാൻ വിചാരിച്ചു, എൻ്റെ പ്രിപ്പറേഷനിലുള്ള കുറവുകൊണ്ടായിരിക്കും. അങ്ങനെ ഞാൻ രണ്ടാമതും പ്രിപ്പയർ ചെയ്യാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ചേച്ചി ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കുക, മാതാവ് നമുക്ക് എന്തായാലും അത് പൂർണ്ണമായിട്ടും നേടിത്തരും. പക്ഷേ അതിന് മുമ്പിട്ടൊക്കെ ഞാൻ സ്ഥിരമായി കൊന്ത ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ മർത്തോമായ വിശ്വാസിനിയാണെങ്കിൽ കൂടിയും ഞാൻ പഠിച്ചതെല്ലാം ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു, അഞ്ചലുള്ള. അപ്പോൾ അവിടെ എന്നും രാവിലെ 5:30 വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. പിന്നെ റെഗുലറായിട്ട് കൊന്ത ചൊല്ലും. അങ്ങനെ എനിക്ക് അങ്ങനെയുള്ള കാര്യം, മാതാവിൽ എനിക്കന്ന് ഒരുപാട് വിശ്വാസമുള്ള ആളായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ എപ്പോഴും മാതാവിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു.
അങ്ങനെ ഞാൻ അവിടെ വെച്ച് വീണ്ടും OIT പ്രിപ്പയർ ചെയ്തു. സ്ഥിരം ഇതുപോലെ ഒരു B എങ്ങാണ്ട് കിട്ടി. നമുക്ക് 4 മൊഡ്യൂളാണുള്ളത്. അതിൽ 4ലും B കിട്ടിയാൽ നമുക്ക് UK സ്കോർ കിട്ടും. ഒരെണ്ണത്തിന് C എങ്ങാണോ ആയിക്കഴിഞ്ഞാൽ C+ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അയർലൻഡ് സ്കോർ കിട്ടും. തീർത്തും വീണ്ടും രണ്ടാമതും പൂർണ്ണമായി പരാജയപ്പെട്ട്. അപ്പം ഞാൻ ഫാമിലിയുമായിട്ട് നിൽക്കാനുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി ഗവൺമെൻറ് ജോലിയൊക്കെ അവിടുന്ന് 3 വർഷമൊക്കെ അടുപ്പിച്ചാവാറായപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയായിരുന്നു, മോളെ റിസൈൻ ചെയ്യരുത്, നല്ലൊരു ഗവൺമെൻറ് ജോലിയാണ്, എത്രയോ പേർക്ക് കിട്ടാത്ത അവസരമാണ് നിനക്ക് ലഭിച്ചത്. അപ്പം ഞാൻ പറയും, അമ്മ 6 മാസത്തിനുള്ളിൽ ഞാൻ എവിടെയെങ്കിലും കയറിപ്പോവും. അത് എൻ്റെ കോൺഫിഡൻ്റ് ആയിരുന്നു. ദൈവത്തിലുള്ള മാതാവിലുള്ള ആ ഒരു ഇതിനെക്കാട്ടിൽ എനിക്ക് എൻ്റെ മെറിറ്റ് കൊണ്ടെല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു അഹങ്കാര ഭാവമായിരുന്നു സത്യം പറഞ്ഞ്. ഞാൻ നാട്ടിൽ വന്നു. 2 വർഷത്തോളം ഞാൻ ഇതിൻ്റെ പുറകെ നടന്നു. എല്ലാ തവണയും 400-ൽ കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്, 410 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏതിനെങ്കിലും ഒന്നിന് എനിക്ക് C+ ആയിരിക്കും. അങ്ങനെ ഞാൻ തീർത്തും വിഷമാവസ്ഥയിലായി. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് 2024 തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ആ എക്സാം എഴുതുന്ന സമയത്തെല്ലാം ഞാൻ ഉടമ്പടിയിലായിരുന്നു. ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എക്സാം ഹാളിൽ പോകുമ്പോൾ ഉപ്പ് കൊണ്ടുപോകും, മാതാവിൻ്റെ എണ്ണ ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ പെരട്ടും, നാവിൽ പെരട്ടും. അപ്പം ഞാൻ എല്ലായിടം പോകും. അങ്ങനെ എക്സാമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓരോ പേപ്പർ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശിരസാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ എഴുതി വെക്കും, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിനാൽ സാധ്യമാണ്. ഞാൻ നിനക്ക് മുമ്പേ പോയി ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവലികളെ തടുക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുകയും ചെയ്യും. ആ വചനങ്ങളെല്ലാം ഞാൻ 1000 തവണയൊക്കെ ഇരുന്ന് എഴുതുമായിരുന്നു. രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല. കാരണം നല്ലൊരു ജോലി കളഞ്ഞു, പിന്നെ പുതിയൊരു ഓപ്ഷൻ കിട്ടുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നത് തിരിച്ച് വീണ്ടും സൗദിയിലോട്ട് തന്നെ പോവാം. പക്ഷേ അവിടെ പോയാൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് 2 മക്കളാണ്, അവരെ കൊണ്ടുപോകാൻ പറ്റില്ല, ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു ചോദിക്കും, ചേച്ചി ഇതുവരെ എങ്ങും പോയില്ലേ? അങ്ങനെ ഞാൻ പലരെയും ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. വീടിനടുത്തായാലും എവിടെയെങ്കിലും ഇറങ്ങി പോകുമ്പോൾ ഇതുവരെ പോയില്ലേ, ആ ഒരു ചോദ്യം ഒഴിവാക്കാനായിട്ട് ഞാൻ പോകത്തില്ലെങ്കും. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ ഒരു ലാസ്റ്റ് റിസൾട്ട് വന്ന സമയത്ത് ഒരു റീവാലുവേഷനും എടുത്തു. 400-ൽ പുറത്ത് മാർക്ക് പലതിനുമുണ്ട്, പക്ഷേ ഒരെണ്ണത്തിന് C ആണ്. എന്തോ ഒരു പ്രയോജനമില്ല. നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നതിലല്ല, എല്ലാത്തിലും 350 എന്നുള്ള ആ ഒരു സ്കോർ നമ്മൾ അറ്റൈൻ ചെയ്യണം. അങ്ങനെ ഞാൻ റീവാലുവേഷന് കൊടുത്തപ്പോൾ 330 എന്നുള്ള സ്കോറ് എനിക്ക് 370 കിട്ടി. അങ്ങനെ എനിക്ക് അയർലൻഡ് സ്കോർ തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ആ ഓരോ സമയത്ത് ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നു. രാവിലെ 3 മണിക്ക് എണീച്ച് പ്രാർത്ഥിക്കുന്നു, ഉച്ചയ്ക്ക് 3 മണിക്ക് എണീച്ച് പ്രാർത്ഥിക്കുന്നു, എണ്ണ തൊട്ട് പ്രാർത്ഥിക്കുന്നു, ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയില്ല എന്തുമാത്രം സ്ട്രെസ്സിലാണ് ഞാൻ. എന്നെ പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് സ്ട്രെസ്സായിരുന്നു. അങ്ങനെ ഞാൻ OIT പാസ്സായി കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു, ഇനി OIT ഒക്കെ പാസ്സായി, എത്രയും പെട്ടെന്ന് അയർലൻഡിൽ പോവാം. അങ്ങനെ അയർലൻഡിൽ പോകാനുള്ള പ്രിപ്പറേഷൻസൊക്കെ ആരംഭിച്ചു. ഇപ്പോൾ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കറിയാം, അയർലൻഡിൽ എല്ലാ റിക്രൂട്ട്മെൻറ്റുകളും ഇപ്പോൾ ഫ്രീസാണ്. അവർ ഇന്ത്യൻസിനെ ഒന്നും അങ്ങോട്ട് എടുക്കുന്നില്ല. അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് വഴി ഒരു പരസ്യം കണ്ട്. മിക്കവാറും ഫേസ്ബുക്കിൽ വരുന്ന പരസ്യങ്ങൾസ് എല്ലാം നിങ്ങൾക്കറിയാം ഫേക്ക് ആയിരിക്കും. അങ്ങനെ ഞാനാണെങ്കിൽ ആ ഒരു പരസ്യം കണ്ടിട്ട് ആ ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറയുന്നു കുറച്ച് പൈസയൊക്കെ അതിന് ചിലവുണ്ട്. ആ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കാര്യം മാത്രം അവർ പറയുന്നുണ്ട്, അല്ല അതിന് മുമ്പിട്ട് DL വേണം, OIT കഴിഞ്ഞിട്ട് DL എടുക്കണം. DL എടുക്കുന്ന സമയത്തും തടസ്സങ്ങൾ. ആ സമയത്തെല്ലാം ഞാൻ ഉടമ്പടിയിലാണ്. ഈ മാതാവിൻ്റെ കൽപ്പനകളും എല്ലാം ഞാൻ പാലിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ DL എടുത്തു. 6 മാസം കൊണ്ടാണ് എനിക്ക് DL കിട്ടുന്നത്. 2 തവണ ക്വയറി വന്നു. ഓരോ ക്വയറി വരുമ്പോഴും നമുക്ക് ടെൻഷനാണ്. ഈ ഓരോ ക്വയറിയും ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് DL കിട്ടുകയുള്ളൂ. ഈ DL ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ ആപ്റ്റിറ്റ്യൂഡ് എന്ന എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഞാൻ DL കിട്ടി. അങ്ങനെ വിചാരിച്ചോ ഇനി പെട്ടെന്ന് കയറി പോവാം. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ആ ഏജൻസി പറഞ്ഞതനുസരിച്ച് അവർ പറയുന്നുണ്ട്, എക്സാം പാസ്സായാൽ നിങ്ങൾക്ക് അവിടെ ജോലിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വരണം. ഏകദേശം നല്ലൊരു എമൗണ്ട് ചിലവാക്കിയാണ് ഞാൻ പോകുന്നത്. ഈ എക്സാം 2 അറ്റംപ്റ്റേ ഉള്ളൂ. നമുക്ക് ഓരോ എക്സാമിന് 12 സ്റ്റേഷൻസ് ഉണ്ട്. ഒരു സ്റ്റേഷൻ പോയാൽ എക്സാം പോയി. 12 സ്റ്റേഷൻ പാസ്സായാൽ മാത്രമേ നമുക്ക് ആ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ കൂടെ 3 ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി. നമ്മളൊരു വീട്ടിലിങ്ങനെ എക്സാമിന് 3 ദിവസം മുമ്പ് ചെല്ലുകയാണ്. എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല. കാരണം എക്സാം പാസ്സായ
നാട്ടിൽ തിരിച്ചു പോകണം. നാട്ടിലുള്ള പലർക്കും അറിയില്ല ഞാൻ എക്സാമിൻ്റെ പ്രിപ്പറേഷനിലാണെന്നുള്ള കാര്യങ്ങളൊന്നും. അങ്ങനെ ഞാൻ എക്സാമിന് വേണ്ടി എല്ലാവരും ഫ്രീ ആയിട്ട്, എൻ്റെ കൂടെ ഉള്ളവർക്കൊന്നും അത്ര സ്ട്രെസ്സില്ല. ഞാൻ ചോദിക്കും, നമ്മൾ പാസ്സാവുമോ, എന്താവും, പോകേണ്ട വരുമോ തിരിച്ച്. അങ്ങനെ എക്സാം പ്രിപ്പയർ ചെയ്യുമോ. ഞാനാണെങ്കിൽ അവിടെ ചെന്ന് 3 ദിവസം എക്സാം പ്രിപ്പറേഷന് സത്യം പറഞ്ഞാൽ കുളിക്കാൻ മാത്രം പോകും, കഴിക്കാൻ മാത്രം പോകും. 24 മണിക്കൂറുണ്ടെങ്കിൽ 23.5 മണിക്കൂറും പഠനം. ലാസ്റ്റ് നമുക്ക് ഭ്രാന്ത് പിടിക്കുന്ന രീതിയിലാണ്. അങ്ങനെ എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്തു. എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ ടെൻഷനില്ല. അങ്ങനെ എക്സാമിന് പോയി. ഫസ്റ്റ് സ്റ്റേഷൻ, നമുക്ക് 12 സ്റ്റേഷനിലെ ഫസ്റ്റ് സ്റ്റേഷനിൽ ഞാൻ കയറിയപ്പോൾ നമുക്ക് ഒരു കണ്ടീഷൻ, ഒരു ഡിസീസ് കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്ത് പറയുകയാണ് അവിടെ വേണ്ടത്. ഇസ്ബാർ എന്ന് പറയുന്നതാണ് സ്റ്റേഷൻ്റെ പേര്. ആ സ്റ്റേഷൻ്റെ കയറിയപ്പോൾ എനിക്ക് 100% അറിയാം ആ ഡിസീസ് കണ്ടീഷൻ ഏതാണെന്ന്. പക്ഷേ എനിക്കത് പറയാൻ സാധിക്കുന്നില്ല. അതെൻ്റെ വായിൽ വരില്ല. എന്തൊക്കെ ചെയ്താലും ആ ഡയഗ്നോസിസ് എനിക്ക് സ്പെല്ല് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റ് അവരോട് ഇങ്ങനെ അവരെൻ്റെ അടുത്ത് എൻ്റെ പേപ്പർ തട്ടിപ്പറിച്ചിട്ട് പറഞ്ഞു, യു ക്യാൻ ഗോ നൗ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അങ്ങനെ ഫസ്റ്റ് സ്റ്റേഷനിൽ തന്നെ സ്ട്രെസ്സായിട്ട് ഞാൻ വെളിയിലിറങ്ങി. അപ്പം ഞങ്ങൾ സാറ് പറയുമായിരുന്നു, ഒരു സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നിയാലും നിങ്ങൾ ആ പേടി കാണിക്കാതെ അടുത്ത സ്റ്റേഷനിൽ പോകണം എന്നിങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ആ സ്റ്റേഷനിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഞാനാണെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ സ്റ്റേഷനിലും ഞാൻ കയറുന്നത്. എന്നിട്ട് ഞാൻ പറയും, എൻ്റെ എക്സാമിൻ്റെ മേൽ കരുണയായിരിക്കണേ. അങ്ങനെ ഞാൻ എക്സാമിന് കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ മാതാവേ എൻ്റെ കൂടെ വരണമേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെയുള്ള 11 സ്റ്റേഷൻ എനിക്കറിയില്ല എവിടെ നിന്നാണ് എനിക്കിത്ര കൃപ ലഭിച്ചത്, എത്ര ധൈര്യം ലഭിച്ചതെന്ന് എനിക്കറിയില്ല. സാധാരണ വിറച്ച് എനിക്ക് ഒരുപാട് സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ മൈക്ക് പിടിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ ഓരോ സ്റ്റേഷനിലും കയറുമ്പോൾ എനിക്ക് കിട്ടിയ ധൈര്യം, എനിക്ക് അമ്മ തന്ന ആ ഒരു ധൈര്യം എത്രമാത്രമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഓരോ സ്റ്റേഷനും കഴിഞ്ഞു. പിന്നെയും ഒരു സ്റ്റേഷനിൽ ചെന്നപ്പോൾ കാണാം, നമുക്ക് ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ഗൗൺ കെട്ടേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയുണ്ട്. ആ ഗൗൺ ഞാൻ കെട്ടിയില്ല. എന്ന് വെച്ചാൽ ആ എക്സാം ഫെയിലായി, 100% ഫെയിലായെന്നാണ് അതിനർത്ഥം. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, 12 സ്റ്റേഷനിൽ 10 സ്റ്റേഷൻ ഞാൻ പാസ്സാവും, 2 സ്റ്റേഷൻ എനിക്ക് 100% പോവും. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. പക്ഷേ ഞാൻ എന്നും പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും രാവിലെയും വൈകിട്ടും ബൈബിളും വചനങ്ങൾ കേൾക്കാനും ഒരുപാട് ദൈവത്തോട് അടുത്ത് ദൈവം എന്താണെന്ന് എന്നെ ആ സമയത്ത് എന്നെ ദൈവം അറിയിച്ചു. മാതാവ് എന്താണെന്ന്, മാതാവിൻ്റെ ശക്തി എന്താണെന്ന് എന്നെ അറിയിച്ച സമയങ്ങളായിരുന്നു ഞാൻ അയർലൻഡിലായിരുന്ന സമയം. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ എല്ലാം റിസൾട്ട് വന്നു. എൻ്റെ റിസൾട്ട് വരുന്നില്ല. അപ്പം നമ്മുടെ നമ്പർ പറഞ്ഞു കൊടുത്താൽ അത് റിസൾട്ട് പാസ്സായോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഒരു സാറ് നമ്മളെ പഠിപ്പിച്ച സാറിന് അത് അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ സാറ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ്, ചേച്ചിയുടെ റിസൾട്ട് വന്നിട്ടില്ല, ഒന്ന് നോക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ സാറ് പറഞ്ഞു പാസ്സായി. അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എല്ലാവരുടെയും റിസൾട്ട് വന്നു, എൻ്റെ റിസൾട്ട് വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ വരാത്തത്. അപ്പം ഞാൻ സാറിനെ വിളിച്ച്, സാറേ എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. എടോ താൻ പാസ്സായതുകൊണ്ടാണ് തൻ്റെ റിസൾട്ട് വരാത്തത്, ഫെയിലായവരുടെ റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സായി. അതിനുശേഷം അടുത്ത കടമ്പ് ജോലി. എക്സാം പാസ്സായ ഉടനെ ജോലി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ അവിടെ ചെന്നു. 1 മാസമായി 2 മാസമായി നമ്മളൊരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഒരുപാട് റെൻറ്റ് കൊടുക്കണം അവർക്ക്. അങ്ങനെ ഏജൻറ്റിനെ വിളിക്കും, ജോലിയായോ, എന്നത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, അക്കോമഡേഷൻ റെഡിയായില്ല, വെയിറ്റ് ചെയ്യും. അങ്ങനെ പ്രാർത്ഥന. ഞങ്ങൾ 3 ഫ്രണ്ട്സ് രാവിലെ 3 മണിക്ക് എഴുന്നേക്കും. വൈകിട്ട് 3 മണിക്ക് ഞങ്ങൾ 3 പേരും കൂടെ കൈ വിരിച്ച് പിടിച്ച് കൈ കോർത്ത് വെച്ച് പ്രാർത്ഥിക്കും, ഞങ്ങളോട് കരുണ കാണിക്കണം, വേറൊരു ഓപ്ഷനും ഇല്ല. ഇവർ നമ്മളോട് കള്ളം പറയുകയാണോ ഒന്നും നമുക്കറിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരിടത്ത് ഞങ്ങൾക്ക് പ്രൈവറ്റിൽ ജോലിയായി. അങ്ങനെ ജോലിക്ക് പോയി. ജോലിക്ക് ചെന്നപ്പോഴെന്താ, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ചെല്ലുന്നത്. ആദ്യത്തെ സമയത്തൊക്കെ ഭയങ്കര കഷ്ടപ്പാട്, സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ. 12 മണിക്കൂർ ഷിഫ്റ്റാണ്. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ദേഹമൊക്കെ വേദന, അത്രയ്ക്കും ബുദ്ധിമുട്ട്. അപ്പം നമ്മളിങ്ങനെ അവിടുത്തെ മാനേജ്മെൻറ്റൊക്കെ ആണെങ്കിൽ ഭയങ്കര നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ പറയും, ഞങ്ങളുടെ അധികാരികളോട് കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവ് അവരുടെ ഹൃദയത്തിന്മേൽ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ കൂടെ ഉള്ളവർ, ഒരാൾ പെന്തക്കോസ്തേ വിശ്വാസിയാണ്,
അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവർ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നിലനിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും മാതാവ് ഒരുക്കി തന്നു. അവിടെ ആയിരുന്ന സമയത്തും ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോഴും ഓൺലൈൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരുന്നു. അവിടുത്തെ സമയവ്യത്യാസം കാരണം ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഡെയിലി എന്നും കൂടിയിട്ടാണ് ഡ്യൂട്ടിക്ക് പോവുകയുള്ളൂ. ഒരു ദിവസം പോലും എന്നെക്കൊണ്ട് സാഹചര്യങ്ങൾ എതിരല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം പോലും അത് മുടക്കാറില്ല. അഥവാ രാവിലെ കൂടാൻ പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഞാനത് കൂടും. പിന്നെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം ഞാൻ എന്നും ഷെയർ ചെയ്യും ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ. അതുപോലെ ആ ചൊവ്വാഴ്ച എനിക്ക് ഡ്യൂട്ടി ആണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാനത് കേൾക്കാൻ ശ്രമിക്കും. പിന്നെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാൻ, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനും കേൾക്കാനും മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഒരു മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, ഒരു ഗവൺമെൻറ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പ്രോപ്പർട്ടി കാണിച്ചു. അപ്പോൾ കൊണ്ട് കാണിച്ചപ്പോഴല്ല അവർ പറഞ്ഞു കുറേ പേപ്പറുകൾ വേണം, എന്തൊക്കെയോ പ്രമാണത്തിൻ്റെ എന്തൊക്കെയോ രേഖകൾ വേണം, മുൻ പ്രമാണം വേണം. അതെല്ലാം ഞാൻ എൻ്റെ ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നിസ്സാരമെന്ന് പറയട്ടെ, അത് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. ഞാൻ ഒരു രേഖകളൊക്കെ വേണം എന്ന് പറഞ്ഞെടുത്ത് ഞാൻ പിന്നെ ഒരു സ്ഥലത്ത് പോയി ഒരു സാറിനെ കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞു ഇന്നെടുത്ത് ആ പേപ്പർ കൊണ്ട് കൊടുക്കും. അത് നിസ്സാര രീതിയിൽ എനിക്ക് മാതാവ് സാധിച്ചു തന്നു. പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്ന് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഫാമിലിയുടെ വിസ അണ്ടർ പ്രോസസ്സാണ്. അതും എനിക്ക് മാതാവ് എത്രയും വേഗം നടത്തി തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ കുടുംബമായി ഇവിടെ വന്ന് ഇനി ഞാൻ അടുത്ത 2 ആഴ്ചയ്ക്കകം അയർലൻഡിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിനുശേഷം ഞാൻ വീണ്ടും ഇനിയും വന്ന് ഇവിടെ മാതാവിൻ്റെ സാക്ഷിയായി എൻ്റെ സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായും നിങ്ങളോട് വെളിപ്പെടുത്തുന്നു. അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു ഓഹരി പള്ളികൾക്കും പാവങ്ങൾക്കും വേണ്ടി മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട്. പിന്നെ ആരെൻ്റെ മുമ്പിൽ ഒരു ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു രീതിയിലും ഒരിക്കലും ഒരു മുടക്കം വരുത്തിയിട്ടില്ല. പിന്നെ രോഗികൾ, ഇപ്പം നമ്മൾ ചെയ്യുന്നിടത്ത് രോഗികൾ ഒരുപാട് പ്രായമുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരുമാണ്. ഞാൻ അവരെ എല്ലാം എൻ്റെ അപ്പനെയും അമ്മയും പോലെയാണ് കരുതുന്നത്, സ്നേഹിക്കുന്നത്. ഞാൻ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ പോലും അല്ലെങ്കിൽ ഒരു ദിവസം ഓഫ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവരെന്നോട് ചോദിക്കും നീ എന്താ ഇന്നലെ വരാഞ്ഞേ. അപ്പോൾ അത്രയ്ക്കും എനിക്ക് ഇപ്പോഴാണ്, നേരത്തെയൊക്കെയാണ് എനിക്ക് ദേഷ്യമായിരുന്നു സത്യം പറഞ്ഞ്. ഈ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രായമുള്ളവരുടെ കെയറൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും പോലെ എനിക്ക് അവരെ കരുതാനും സ്നേഹിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ പത്രം, ഞാൻ ഇവിടുന്ന് കൃപാസന പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആദ്യത്തെ ഉടമ്പടി സമയത്ത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഞാൻ ഈ പത്രം കൊടുക്കും, ബസ് സ്റ്റാൻഡിലും ഒക്കെ ആയിരുന്നു ഞാൻ പത്രം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പത്രം കൊടുക്കാൻ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചിലവരൊക്കെ വാങ്ങിക്കും, ചിലവരൊക്കെ എന്തൊക്കെയോ ഒരു ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കും. അപ്പോൾ എനിക്ക് മടിയാണ്. അങ്ങനെ ഞാൻ 2-3 പത്രം കൊടുത്തിട്ട് ഞാനങ്ങ് തിരിച്ചു പോകും. എന്നിട്ട് വീടിനടുത്തുള്ളൊക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഓരോ ഉടമ്പടികൾ പുതുക്കുമ്പോൾ എന്നിൽ ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ട്. എനിക്ക് പിന്നെ നാണക്കേടില്ല. ഞാൻ എവിടെ വേണമെങ്കിലും കൊടുക്കും, ആരുടെ മുമ്പിലും കൊടുക്കും, ബസ്സിൽ കയറി കൊടുക്കും. എനിക്ക് ഒരു മടിയില്ല. കാരണം അത്രമാത്രം അനുഗ്രഹങ്ങൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ തിരുക്കുമാരനോട് അപേക്ഷിച്ച് എനിക്ക് നേടിത്തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. തുടർന്ന് ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി ജീവിക്കാൻ തുടരുമെന്ന് ഞാൻ പറയുന്നു. ഹോസേയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും, നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും, വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. കർത്താവിനെ നീ അറിയുന്നു. ജിൻസി ബാബു എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ ഉടനീളം മകൾക്ക് ഒരൊറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ. അത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അച്ഛനെ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഉടമ്പടി പെട്ടെന്ന് കത്തണമെങ്കിൽ, പെട്ടെന്ന് ഈശോയുടെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കണമേ. ഒരൊറ്റ വരി പ്രാർത്ഥന മാത്രം മതിയെന്ന് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. ജിൻസിയുടെ പ്രാർത്ഥന അത് തന്നെയായിരുന്നു. മെറിറ്റിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്ന, വളരെ സെൽഫ് കോൺഫിഡൻസ് ഉള്ള, വളരെ നന്നായി എല്ലാം അപ്പിയർ ചെയ്യുന്ന, വളരെ നന്നായി ചെയ്യുന്ന ഒരു മകളാണ്. പക്ഷേ സൗദിയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് പോരുമ്പോഴും മകൾക്ക് വളരെ കോൺഫിഡൻസ് ആയിരുന്നു.
ഞാൻ OET പരീക്ഷ പാസ്സാകും, എൻ്റെ എല്ലാ DL പാസ്സാകും, എനിക്ക് അയർലൻഡിലേക്കുള്ള സ്കോർ കിട്ടി, ഞാൻ വളരെ പെട്ടെന്ന് അയർലൻഡിലേക്ക് പോകും. അത് തന്നിൽ തന്നെയുള്ള ഒരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ എപ്പോഴും C ഗ്രേഡിൽ ഒരു പോയിന്റിൽ തോറ്റുപോയ ഈ മകൾക്ക് മനസ്സിലായി ഇത് ദൈവത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ദൈവത്തിന് മാത്രം സാധ്യമാകൂ എന്നുള്ള ഒരു വലിയ വിശ്വാസത്തിലേക്ക്, ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ പിന്നെ പരിശുദ്ധ അമ്മയാണ്, മാർത്തോമ വിശ്വാസിയായ മകളെ പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ സാക്ഷ്യമാണിത്. തൻ്റെ ഓരോ പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ മിനിറ്റിലുമുള്ള ആ കത്തിപ്പിടിക്കുന്ന പ്രാർത്ഥനയാണ് ജിൻസി ബാബുവിനെ ഇന്ന് ഈ അൾത്താരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ളത്. ഓരോ പ്രാവശ്യവും തൻ്റെ പരീക്ഷകൾ പൊട്ടിപ്പോകുമ്പോഴും തൻ്റെ പ്രതീക്ഷകൾ നശിക്കുമ്പോഴും എല്ലാം റിവാലുവേഷന് കൊടുക്കുക എന്ന് പല പ്രാവശ്യം ഇത് ഒരു പേപ്പറിൽ തോറ്റുപോകുമ്പോഴെല്ലാം ആരും അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഉടമ്പടി ചെയ്തപ്പോഴാണ് ഒരു സുഹൃത്ത് പറഞ്ഞത്, നീ അത് റീവാലുവേഷന് കൊടുക്ക്. അവിടെ 330 എന്നുള്ള മാർക്ക് 370 ഉയർന്ന ഒരു വലിയ സംഭവം മകളിവിടെ ഏറ്റു പറയുന്നു. അയർലൻഡ് സ്കോർ ലഭിച്ച് മകൾക്ക് അയർലൻഡിലേക്ക് പോകാനുള്ള സാധ്യത ഇന്ന് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സാകും. എല്ലാത്തിലും ഈ മകൾക്ക് തടസ്സമാണ്. പക്ഷെ ഒരിക്കലും പ്രത്യാശ കൈവിട്ടിട്ടില്ല. അതാണ് ജോസഫ് അച്ഛൻ പറയുന്ന 60 മേനി കൊയ്യുന്ന വിളവ് എന്ന് അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. വചനത്തിൽ 60 മേനി കൊയ്യുന്നവർ പ്രത്യാശയുള്ളവരാണ്. മറ്റുള്ളവർക്ക് ലഭിച്ചാലും ഇല്ലെങ്കിലും എനിക്കുള്ളത് ഈശോ എനിക്ക് തരും, പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നുള്ള വലിയ ഉറപ്പ്. അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രോപ്പർട്ടിയെക്കുറിച്ച് പറയുകയായിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഈസിയായി നടക്കുന്നു. അത് ഈസിയായി നടക്കുന്നത് എൻ്റെ നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, എനിക്ക് പരിശുദ്ധ അമ്മയിലുള്ള ആശ്രയം, ഈശോയുള്ള എൻ്റെ വലിയ ആഴമായ വിശ്വാസവും വിശ്വസ്തതയും, ഞാൻ എപ്പോഴും ഉടമ്പടിയിലായിരിക്കും എന്നുള്ള ഉറപ്പോടും വിശ്വസ്തയോടും ഏറ്റുപറച്ചിലോടും കൂടിയാണെന്ന് ജിൻസി ഇവിടെ നിന്നിറങ്ങുന്നത്. നമ്മുടെ ഉടമ്പടിയിൽ എപ്പോഴും നമുക്ക് വിശ്വസ്തരായിരിക്കാം. ജിൻസിക്കും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും, വിസ പ്രോസസ്സിങ് നടക്കാതിരിക്കുന്നവരെയും വിസ കിട്ടാതിരിക്കുന്നവരെയും പ്രതീക്ഷയിലായിരിക്കുന്നവരെയും പ്രവാസികളായ മക്കളെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക്